നമസ്കാരം. ഇത് കുഞ്ചാക്കോ ബോബനാണ്. ആദ്യം തന്നെ കരുതൽ വീടിലെ എല്ലാവർക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ആശംസകളും എൻ്റെ സ്നേഹവും അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കോവിഡ് പശ്ചാത്തലവും അന്തരീക്ഷവുമൊക്കെ പരിഗണിച്ച് അവിടെ നേരിൽ വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഈ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത്. പക്ഷെ ദൈവം സഹായിച്ച് ഇനി ഇതെല്ലാം ഒന്ന് ഒരു നേരെയായി കഴിയുമ്പോൾ, എല്ലാം ശരിയായി കഴിയുമ്പോൾ അവിടെ വന്ന് നിങ്ങളോടൊപ്പം അല്പം സമയം ചെലവഴിക്കണമെന്ന് ശരിക്കും ആഗ്രഹിക്കുന്നു. ഈ അടുത്താണ് ഞാൻ കരുതൽ വീടിനെ പറ്റി അറിയുന്നത്. ശരിക്കും ഒരു വീട് പോലെ തന്നെ നിങ്ങളെല്ലാവരെയും, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ സ്വന്തം അപ്പച്ചനോ അമ്മച്ചിയോ ആയിട്ട് കരുതുന്ന രീതിയിലാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അതുകൊണ്ട് തന്നെ കരുതൽ വീടിന്റെ ഫൗണ്ടേഴ്സിനും ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും ആശംസകളും അറിയിക്കുന്നു. ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന്. ഒരു വലിയ കുടുംബം പോലെയാണ് നിങ്ങൾ അവിടെ കഴിയുന്നത് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിവസമാണല്ലേ? എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൂടി ഇന്ന് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും സന്തോഷ വർത്തമാനങ്ങൾ പങ്കിടാനും എല്ലാമായിട്ടുള്ളൊരു അവസരമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ കുറച്ച് സമ്മാനങ്ങളും നിങ്ങളെ അനുമോദിക്കാനുമൊക്കെ ആയിട്ടുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇന്ന് കരുതുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിവസമാണല്ലേ? എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൂടി ഇന്ന് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും സന്തോഷ വർത്തമാനങ്ങൾ പങ്കിടാനും എല്ലാമായിട്ടുള്ളൊരു അവസരമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ കുറച്ച് സമ്മാനങ്ങളും നിങ്ങളെ അനുമോദിക്കാനുമൊക്കെ ആയിട്ടുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇന്ന് കരുതുന്നത്. അപ്പൊ ആദ്യം തന്നെ കരുതൽ വീടിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അറിയിക്കുകയാണ്. ഓരോ അപ്പച്ചന്മാരും അമ്മച്ചിമാരെയും നേരിട്ട് വന്ന് കണ്ട് അവരുടെ പേരെടുത്ത് വിളിച്ച് പറഞ്ഞ് ഞാൻ ഈ വേദിയിലേക്ക് ആനയിക്കുകയാണ്. ആദ്യം തന്നെ കെ മോഹൻദാസ്. അപ്പോ കെ മോഹൻദാസ് ചേട്ടനെ ആദരിക്കുവാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് വിമൽ പ്രകാശ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരും. ഓണത്തിനുള്ള അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ആന്റണി ടി എ ചേട്ടനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടി എം രമണൻ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേരാണ്. ടി എം രമണൻ ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേലപ്പൻ ചേട്ടൻ, ഇത് വളരെ നൊസ്റ്റാലജിക് ആയിട്ടുള്ള ഒരു പേരാണ്. കാരണം എൻ്റെ കുടുംബം ഉദയ ഫാമിലിയാണ്. അത് മലയാള സിനിമയുടെ തുടക്കം മുതലുള്ള ഒരു കുടുംബമാണ് ഉദയ എന്ന് പറയുന്ന സ്റ്റുഡിയോ. അപ്പൊ ഉദയ സ്റ്റുഡിയോയിൽ പണ്ട് കാലത്തുണ്ടായിരുന്നൊരു മേക്കപ്പ് മാൻ, ചീഫ് മേക്കപ്പ് ടെക്നീഷ്യൻ ആയിരുന്നു വേലപ്പണ്ണൻ. അപ്പൊ ശരിക്കും ആ പേര് കേൾക്കുമ്പോൾ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഒരുമിച്ച് തോന്നുകയാണ്. അപ്പൊ വേലപ്പൻ ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജോസഫ് പാപ്പു, വളരെ രസകരമായിട്ടുള്ളൊരു പേരാണ്. പാപ്പു എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു പഴമക്കാരുടെ ഒരു പേര് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ജോസഫ് ചേട്ടനെ, പാപ്പു ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കെ വി വർഗീസ് ചേട്ടന് എല്ലാ രീതിയിലും സുഖവും ആരോഗ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അയ്യപ്പൻ ചേട്ടോ, എന്തൊരു വിശേഷങ്ങൾ? ഇവിടെ വന്ന് ഈ സ്നേഹാദരങ്ങൾ സ്വീകരിക്കുക. എല്ലാവിധ ആശംസകളും. ചാക്കമ്മൻ ചേട്ടാ, ചാക്കോച്ചന്റെ സ്നേഹം അറിയിക്കുകയാണ്. ചാക്കമ്മൻ ചേട്ടന് സ്നേഹപൂർവ്വം ചാക്കോച്ചൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വാ, ഓടി വാ. വി ജെ പോൾ, ഇത് വളരെ എന്താ പറയുക, ഒഫീഷ്യൽ ഫീലൊക്കെ ഉള്ളൊരു പേര് പോലെ ഫീൽ ചെയ്യുന്നു. പക്ഷെ പോളേട്ടനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വർക്കിച്ചേട്ടോ, നമുക്ക് പെട്ടെന്നൊരു അടുപ്പം തോന്നുന്നൊരു പേരൊക്കെയാണ്. വർക്കിച്ചേട്ടോ, വർക്കിച്ചായോ എന്ന് നമുക്ക് സ്നേഹപൂർവ്വം പെട്ടെന്ന് വിളിക്കാൻ തോന്നുന്ന പേരാണ്. അപ്പോൾ വർക്കിച്ചായനെ ഈ സ്നേഹം സ്വീകരിക്കാനായിട്ട് ഓടിവായോ വർക്കിച്ചേട്ടാ. ഇനി നമ്മുടെ അമ്മമാരുടെ സെക്ഷനിലേക്ക് കിടക്കാം.
എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മുത്തശ്ശിമാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സ്നേഹവും കൗതുകവും ഒക്കെ തോന്നാറുണ്ട്. ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ആൾക്കാരാണ് അവരെല്ലാവരും, അല്ലേ? അവിടെ ഒരുപാട് അനുഭവങ്ങൾ, അവരുടെ കഥകളും എല്ലാം കേട്ടിരിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. എൻ്റെ അപ്പൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ അമ്മയും എല്ലാവരും ഉള്ളപ്പോൾ അവരെല്ലാവരും അമ്മൂമ്മമാരാണ് അല്ലെങ്കിൽ അപ്പൂപ്പന്മാരാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കഥകൾ അറിയുക, അവിടെ കൊച്ചുവർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുക, അതൊക്കെ നമുക്ക് ഒരുപാട് അറിവുകളും അനുഭവങ്ങളും ഒരുപാട് സന്തോഷവും ആശ്വാസവും നൽകുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള കഥകൾ പറയാൻ സാധിക്കുന്ന അമ്മമാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആദ്യം തന്നെ പാർവതി അമ്മയെ ഈ വേദിയിലേക്ക് ഈ സ്നേഹാദരങ്ങളും സൗഹൃദവും സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അമ്മൂമ്മ അല്ലേ? പക്ഷെ അമ്മൂമ്മമാർക്ക് പണ്ടത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാരൊക്കെയാണ്, നല്ല കട്ട ജോലിയൊക്കെ ചെയ്തിട്ടുള്ള, അല്ലേ? എല്ലാ തടസ്സങ്ങളും വൈതരണികളും എല്ലാം തരണം ചെയ്ത് പോരാടി വിജയിച്ചു വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അമ്മൂമ്മയെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എലിസബത്ത് PJ, ഇതും പെട്ടെന്നൊരു ഒഫീഷ്യൽ പേര് പോലെ ഒരു ഫീൽ ചെയ്യുന്നൊരു പേരാണ്. എലിസബത്ത് അമ്മച്ചിയെ സ്നേഹപൂർവ്വം ഈ സ്നേഹാദരങ്ങൾ സ്വീകരിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബിന്ദു അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ നേരിട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരെയും അടുത്തിരുന്ന് പരിചയപ്പെടാനും സംസാരിക്കാനുമായിട്ടൊക്കെ ഒരു അവസരം ദൈവം സഹായിച്ച് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ബിന്ദു അമ്മയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കരുതൽ വീട് എല്ലാവരുടെയും കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹത്തോടെ കരുതലോടുകൂടി നിങ്ങൾ നോക്കിക്കാണുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഈ കരുതൽ വീട്ടിൽ താമസിച്ച് നിങ്ങളുടെ ആരൊക്കെയാണെന്ന്, അല്ലെങ്കിൽ എല്ലാമാണ് എന്നുള്ളൊരു ഒരു ഫീല്, ഒരു അനുഭവം നിങ്ങൾക്ക് തരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പം അവരെ പേരെടുത്ത് തന്നെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. 9 പേരാണ് ഇവരുള്ളത്. ആൻസി, ആഷ്ന, ജാനി, ഷൈജി, ജോബി, പ്രസാദ്, ഉദയൻ, ജിജോ, ജെനി, അർജുൻ. ഈ ഒരു നല്ല കാര്യത്തിന് നിങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു സമയം, ഒരു നല്ലൊരു ദിവസം, ഈ ഒരു ഒത്തുചേരൽ ഒരു നല്ല രീതിയിലുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു അടിച്ചുപൊളിയുടെ സമയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നേരിട്ട് വന്ന് കാണുവാനായിട്ടുള്ളൊരു അവസരം എത്രയും പെട്ടെന്നുണ്ടാകട്ടെ. ഈ കൊറോണ കാലഘട്ടം നിങ്ങൾക്കാർക്കും അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ കടന്നു പോകട്ടെ. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതെല്ലാം തരണം ചെയ്യാനായിട്ടുള്ള ശക്തിയും ആരോഗ്യവും ആർജവും ഊർജവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കരുതൽ വീടിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പെന്നുവൽ ഫൗണ്ടേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഇതിൻ്റെ ഫൗണ്ടർ ചെയർമാനായ ശ്രീ ബാബു ചെറിയൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഓണാശംസകൾ ആത്മാർത്ഥമായിട്ട് അർപ്പിക്കുകയാണ്. അപ്പോൾ അടിച്ചു പൊളിക്കുക. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി ശരിക്കും അടിച്ചു പൊളിക്കാം.